ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ അടുത്ത പാർട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജയ് ഇവളെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ആ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വന്നിട്ട് ഇവനെ വിളിച്ചിട്ട് ഇവനുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. ആ ടിക്കറ്റിൻ്റെ നമ്പർ വന്ന് 36. അപ്പോൾ അവന് ടിക്കറ്റ് വാങ്ങിച്ച് അവിടെ അങ്ങ് ഇരിക്കുക കേട്ടോ. ഈ സെയിം ടൈമിൽ സാങ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കാണിക്കുക. സാങ് ആണെങ്കിൽ കാര്യമായിട്ട് ആലോചിക്കുകയാണ്, പക്ഷേ ഇവൾക്ക് മാത്രം എന്താ ഇങ്ങനെ ആ ഒരു റെഡ് ത്രെഡ് ഇല്ലാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ ഡോഗിൻ്റെ രൂപത്തിലുള്ള ക്യൂപ്പിഡ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോഗിൻ്റെ രൂപത്തിൽ നിന്ന് ഹ്യൂമൻ ഫോമിക്ക് വരും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ എപ്പോഴാണ് തിരിച്ചവൻ ഡോഗ് ഫോമിക്ക് പോകുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ 500 വർഷം ഇത് തന്നെയല്ലേ ഇവൻ്റെ അവസ്ഥ. അപ്പോൾ ഇവൻ കുറേ പെൺപിള്ളേരാണ് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഒരു പെൺകൊച്ചിനെ അവൻ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പോവാണ്. ലാസ്റ്റ് ടൈമിൽ ഇവൻ 6 മാസം മുമ്പായിരുന്നു ഇങ്ങനെ ഡോഗ് ഫോമിൽ നിന്ന് ഹ്യൂമൻ ഫോമിക്ക് വന്നത്. അപ്പോൾ ആ പെൺകൊച്ചിൻ്റെ അടുത്തൊന്നും ഡീൽ ചെയ്യാനും പറയാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇവൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ പെൺകുട്ടി ഇവനെ പറ്റി എന്ത് വിചാരിച്ച് കാണും, ഇവൻ കളഞ്ഞിട്ട് പോയെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണാനാണ് ഇവൻ പോകാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ്, ആ പെൺകുട്ടി ചിലപ്പോൾ നിന്നെ കളഞ്ഞിട്ടൊക്കെ പോയി കാണൂടാന്ന് പറയുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പെൺകുട്ടി അവൾ എന്തുമല്ല എന്നെ കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കാണാൻ പോകണം. ഇനിയാണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഇവർ സംസാരിച്ചിട്ട് ഇവൻ പറഞ്ഞു, സോറി, ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്നും അറിയിക്കാൻ പറ്റാഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ വയ്യാതെ കിടന്നുകൊണ്ടല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. മാത്രമല്ല എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ തേച്ചിട്ട് പോയതാണ്, പക്ഷേ സാരമില്ല, ഇപ്പം നിങ്ങൾ റിട്ടേൺ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരെന്നെ കിസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവൻ പിന്നെയും ഡോഗായിട്ട് മാറും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവനെ മാറിപ്പോയി നിൽക്കുക. കാരണം ഇവളറിയാൻ പാടില്ലല്ലോ ഇവനിങ്ങനെ ഡോഗാൻ്റെ രൂപത്തിലേക്ക് വരുന്ന കാര്യം അറിയരുതല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി നോക്കുമ്പോൾ എന്താ ഇവനിവിടെ ഇല്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരിക. ഇവളാണെങ്കിൽ പറയാൻ പറ്റുന്നതിന് മാക്സിമം ചീത്തയൊക്കെ വിളിക്കുക. ഇവനെന്തോ 6 മാസം എന്നെ കളഞ്ഞിട്ട് പോയതാ, ഇപ്പോഴാണ് വന്നതാ, ഇപ്പോൾ പിന്നെയും കളഞ്ഞിട്ട് പോയെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് അവളെ കിടന്ന് ചീത്തയൊക്കെ വിളിക്കുക. ഇവൻ ലാസ്റ്റ് സൈഡൊക്കെ അടിച്ചിട്ടും ആ ഡോഗിൻ്റെ രൂപത്തിൽ തന്നെയാണ് തിരിച്ച് വരുന്നത് കേട്ടോ. വരുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്ത് സംസാരിച്ചാലും ബാക്കിയുള്ള 3 കുപ്പിഡ്സിനെ മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള ഒരാൾ തന്നെയല്ല അവനും. അപ്പോൾ ഇവൻ നടന്ന കാര്യമൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും അങ്ങ് പറയാം. മാത്രമല്ല നമ്മുടെ സാങ് പറയാം, സാരമില്ല, ഇവൻ ഇങ്ങനെ തന്നെ ഹൃദയമൊക്കെ ഉടഞ്ഞിരിക്കുമല്ലേ, ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാം. പക്ഷെ അതിലൊരു കുപ്പിട് പറയാണ്, ഒരു പക്ഷെ നീ പറഞ്ഞ പോലെ അവൾ സ്വീറ്റായിട്ടുള്ള പെൺകുട്ടി തന്നെ ആവാനാണ് ചാൻസ്. കാരണം അവൾ ചീത്ത വിളിച്ചാലും നിന്നെ വേറെ ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ കാത്തിരിക്കുന്നു തോന്നുന്നു. ഇപ്പം നീ ആണെങ്കിൽ 6 മാസം അവളുടെ മുന്നേ ചെല്ലാതെ ഇപ്പോഴാണ് പോയേക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ചെന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ നീ പിന്നെയും നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയല്ലേ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നാണ് മറ്റേ കുപ്പിട് സംസാരിക്കുന്നത്. അപ്പോൾ സാങ് പറയണം, ഓക്കെ, എന്തുമായാലും ഇവനിപ്പോൾ ഓക്കെ മനസ്സൊന്നും ഓക്കെ അല്ലല്ലോ, നമുക്ക് വെറ്റിനറി ഡോക്ടറെ ഒന്നും കണ്ടിട്ട് ഇവൻ്റെ ഈ ഡോഗിൻ്റെ രൂപത്തിലുള്ള കുപ്പിടിയും കൊണ്ടിട്ട് ആ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക. പക്ഷെ ഇവൻ പോകുന്നത് വന്നിട്ട് നമ്മുടെ റായിങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ഇവൻ ചെന്ന് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഡോഗിൻ്റെ രൂപത്തിൽ കുപ്പിണ്ടിയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇവനെ കണ്ടിട്ട് ആകെ മൊത്തം റായുങ്ങ് ഷോക്കായിട്ട് നോക്കി നിൽക്കുക. കാരണം ഇവളാണ് ഇപ്പോൾ സത്യം പറഞ്ഞ് ഇവനെ കണ്ടിട്ട് പ്രണയത്തിൽ വീഴുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലും ഒരു ടോക്കൺ വന്നിട്ട് ആ ടോക്കൺ കൊടുക്കുന്ന ആൾ കൊടുത്തിട്ട് പോകുക. നോക്കുമ്പോൾ ഇവൻ്റെ നമ്പർ വന്ന് 37 കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവൻ നോക്കുകയും ഇവിടെ എന്താ മൊത്തം ഇങ്ങനെ ആമ്പിള്ളേർ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മൊത്തം ഇങ്ങനെ നല്ലപോലെ വീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇത്രയും ബോയ്സൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവന് നല്ലപോലെ കടുപ്പാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ജയ് കണ്ടല്ലോ, ഇവന് നല്ലപോലെ തുറച്ചു നോക്കുന്നു. ഇത് കാണുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു കാര്യം 500 വർഷത്തിന് മുമ്പുള്ള കാര്യം ഓർമ്മ വരിക. അന്നൊരു ഇൻസിഡൻറ്റ് കാണുന്നില്ലേ, ആ സമയത്ത് ഒരു കിങ്ങിൻ്റെ ഒരു പൊസിഷൻ പോലെ ഒരു ഹൈ പൊസിഷനിൽ ഇരുന്ന ആളായിരുന്നു ഈ ജയ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാങ് മനസ്സിലാക്കി, ദൈവം ഇവനെങ്ങാനും ഇനി എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് കാണും, അതുകൊണ്ടാണോ ഇങ്ങനെ തുറച്ചു നോക്കുന്ന രീതിക്കാണ് സാങ് ആലോചിക്കുന്നത്. അതേസമയം ജയ് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെയും കാണാൻ എന്നെ പോലെ കൊള്ളാലോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജയ് അവിടെ ഇരുന്ന് ആലോചിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അടുത്ത ആ ഒരു ഡോഗിനെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന സമയത്ത് അവളുടെ നേഴ്സ് പറയണോ ഇച്ചിരി അർജൻറ്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവിങ്ങിനെ വിളിച്ചുകൊണ്ട് പോവുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ വെറ്റിനറി ഹോസ്പിറ്റലിലുള്ളവരെ അറിയുന്നത് ഇവരിപ്പോൾ ട്രീറ്റ് ചെയ്ത ആ ഒരു ഡോഗിൻ്റെ ഓണേഴ്സ് ഉണ്ടല്ലോ, അവർ മരിച്ചെന്നുള്ള കാര്യം. ഇപ്പം ഇനി എന്തോ ചെയ്യും, ഈ ഓപ്പറേഷൻ നടത്തി അതിൻ്റെ പൈസ ആര് പേ ചെയ്യും, ഇതിനെപ്പറ്റി ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കറക്റ്റ് വന്ന് ജയ് കയറി പറയാണ് ആ ഒരു ഡോഗിനെ ഞാൻ അഡോപ്റ്റ് ചെയ്തേക്കാന്ന്. പക്ഷെ അവനിങ്ങനെ പറയുന്ന സമയത്ത് ബാക്കി അവിടെ ഇരിക്കുന്ന ചെറുക്കന്മാരൊക്കെ ഇവിടെ കാണാൻ തന്നെയല്ലേ വന്നേക്കുന്നത്. അവർ പറയാണ് ഇവനെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, അതെന്താ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയാണെന്നാണ് ഇവൻ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറ്റി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്.
ഈ ഒരു സെയിം ടൈമിൽ വന്നിട്ട് ആ ബാർ ഓണറിൻ്റെ ആ ഒരു ബാറ് കാണിക്കുക കേട്ടോ. ആ ബാർ ഓണർ ഇങ്ങനെ ജോലി ചെയ്യുക. അവിടെയാണെങ്കിൽ വേറെ ആരും ഇല്ല കേട്ടോ. ആ സമയത്ത് ഒരു ബ്ലാക്ക് ക്യാപ്പ് വെച്ച് ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാൾ കയറി വരിക. പക്ഷെ അയാൾ കയറി വരുന്ന സമയത്ത് ആദ്യം ഈ ലേഡിക്ക് മനസ്സിലാകത്തില്ല. പിന്നീട് ഈ ലേഡി മനസ്സിലാക്കുവാണ് ഇത് വന്നിട്ട് മറ്റേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയില്ലേ, ആ മിസ്സിങ് ആയില്ലേ, ആ ആൾ തന്നെയാണെന്ന് മനസ്സിലായിട്ട് അവർ വന്ന് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ആ ഫോറസ്റ്റിൽ വന്നിട്ട് പോലീസുകാർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന്. ആ സമയത്ത് കറക്റ്റ് ഈ ബാറ് കത്തി അമരുന്നത് കണ്ടിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ ഒരു സെയിം ടൈമിൽ ആ വെറ്ററിനറി ഹോസ്പിറ്റലിൽ കാണിക്കുക കേട്ടോ. ഈ സമയത്ത് ജയിൻ്റെ ടോക്കൺ ആയതുകൊണ്ട് തന്നെ ജയും റയങ്ങും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ജയ് പറയുകയാണ്, ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഡോഗിനെ പറ്റി അറിയാനാണ് വന്നേ. എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു. സോ ആ ഒരു ഡോഗ് ഇങ്ങനെ അനാഥയായിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് പറയാം. പക്ഷേ ഇവനൊരു പോലീസുകാരനാണെന്ന് അറിയുന്ന സമയത്തും റയങ് പറയുകയാണ്, നിങ്ങളൊരു പോലീസുകാരനായതുകൊണ്ട് എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഓരോ ഡ്യൂട്ടിക്ക് വേണ്ടി പുറത്തു പോകും. അപ്പോൾ ഈ ഡോഗിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? മാത്രമല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ സിംഗിളാണ്, അപ്പോൾ പിന്നെ ആര് നോക്കും എന്നുള്ള കാര്യത്തിൽ റയങ് പറയുന്ന സമയത്തും നമ്മുടെ ജയ് പറയാണ്, അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വാച്ച് ചെയ്യും, എൻ്റെ മേലൊരു കണ്ണ് വെച്ചാൽ പോരെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ ഇച്ചിരി ക്ലോസ് ആയിട്ടിരുന്നാ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് സാങ് പുറത്തിരുന്ന് ഭയങ്കരമായിട്ട് കടുപ്പാവുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ആ ഡോഗിൻ്റെ രൂപത്തിൽ കുപ്പിട് എൻ്റെ അടുത്ത് പറയണം, കണ്ടില്ല അവൻ വന്ന് അവളുടെ അടുത്ത് ഫ്ലിർട്ട് ചെയ്യാൻ നിൽക്കുമെന്ന് പറയാം. അപ്പോൾ സാങ്ങിന് കുറച്ചും കൂടി അങ്ങ് ദേഷ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടിട്ട് വരുന്നത്. എന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഡോഗിൻ്റെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ല, അതെല്ലാം വന്നിട്ട് ജയ്ക്ക് വന്ന് റയൻ കാണിച്ചു കൊടുത്തിട്ട് ജയ് തിരിച്ചു പോകുന്ന സമയത്ത് പറയുവാണ്, ഞാൻ നാളെയും വന്നിട്ട് ഡോഗിനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മീറ്റ് ചെയ്തോളാം, ഞാൻ ഗാർഡിയനല്ലേ, അപ്പോൾ അതിന് റെഡി ആവുന്നവരെ ഞാൻ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാം, നാളെയും വരാമെന്ന് പറയുന്ന സമയത്തും റയൻ പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ വരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴും ഫ്രീ ആവുന്ന സമയത്തും നിങ്ങൾ വന്ന് കണ്ടാൽ മതി, അതൊന്നും സീനില്ല, നിങ്ങൾ ജോലിയൊന്നും അതിന് വേണ്ടി കളയണ്ട ഇങ്ങനെ പറയുന്ന സമയത്തും ജയ് പറയണം, അതൊന്നും എനിക്കൊരു സീനേ ഇല്ല, ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഡെയിലി വന്നിട്ട് ഈ ഡോഗിൻ്റെ കാര്യം നോക്കിയിട്ടേ പോകും, നീ വേണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ജയ് അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സാങ്ങിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പോൾ അവനാണ് 37 നമ്പർ. അപ്പോൾ അവൻ കയറി കാണാനായിട്ട് കയറും. ഈ സമയത്ത് പുറത്തു വന്ന് ജയ് ആലോചിക്കണം, ഇതെന്തായാലും എൻ്റെ വിധി തന്നെ ആവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ കാർ എടുത്ത് പോകുന്നത്. ഇനിയാണെങ്കിൽ റയങ് ഭയങ്കര ഹാപ്പിയാണ് സാങ് അവിടെ വന്നിട്ടുള്ളതിന്. പക്ഷെ സാങ് വന്ന് മോന്ത വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവന് ഭയങ്കര കടുപ്പിലായിരിക്കുന്നത്. എന്നിട്ട് സാങ് അവളോട് ചോദിക്കണം, ഓ ഇപ്പം മനസ്സിലായി നീ ഇങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും ഫ്ലിർട്ട് ചെയ്യുന്നത്, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നിന്നെ എന്താണ്ട് കുപ്പിട് നിനക്ക് ആരോ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തൊക്കെ ഷോയാന്ന് കാണിച്ചത്, സത്യം പറഞ്ഞാൽ ഇത്രയും ആമ്പിള്ളേർ നിന്നെ വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെയാട്ട് വന്ന് നിനക്ക് ആരോ വിടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് പറയും കേട്ടോ. പക്ഷെ നമ്മുടെ റയങ്ങിന് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനായി കിടന്ന് ചൂടാവുന്നതെന്നും. പ്രായം പറയണെങ്കിൽ ആ വന്നിരിക്കുന്ന ബോയ്സ് എല്ലാം വന്നിട്ട് എൻ്റെ ആ ഡോഗ്സിൻ്റെ ഗാർഡിയൻസ് മാത്രമാണ്, അവരെല്ലാം എനിക്ക് വേണ്ടി അവരുടെ ഡോഗ്സിനെ കൊണ്ടുവന്നേക്കുന്നത്. അതിനിപ്പോൾ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്ന രീതിക്ക് രായം ചോദിക്കുമ്പോഴും സാങ് പറയണം, ഓക്കെ അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതൊന്നുമില്ല, എനിക്ക് വന്ന് എൻ്റെ ഡോഗിനെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കണം, പിന്നെ അതിൻ്റെ ഇച്ചിരി വേസ്റ്റ് ഒക്കെ എടുത്ത് കാണാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ നിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ കലിപ്പൊക്കെ ആയി പോയി കഴിയുന്ന സമയത്ത് റയങ് ആലോചിക്കും, ഇവന് സത്യം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ള രീതിക്കാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെങ്കിൽ ജയ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ബാറ് കത്തി നശിച്ചതൊക്കെ പറഞ്ഞിട്ട് അവൻ ചെന്ന് നോക്കുന്ന സമയത്ത് ആ ലേഡി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള മറ്റു പോലീസുകാർ പറയണേ, ആക്ച്വലി ഈ ലേഡി വന്ന് ഉറങ്ങാൻ പോയ സമയത്ത് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇവിടെ കത്തി നശിച്ചതെന്നും. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജയ്ക്ക് വേറൊരു കോൾ വരികയാണ്. അതിൽ പറയുകയാണ് ആ റിയൽ എസ്റ്റേറ്റ് ഓണർ വന്ന് കുടിച്ച് ബോധമില്ലാതെ ബിൽഡിങ്ങിൻ്റെ വണ്ടിയിൽ നിന്ന് താഴെ വീണ് മരിച്ചെന്നും. എന്നിട്ടാണെങ്കിൽ അവർ ആ സ്ഥലവും പോയി നോക്കുക. പക്ഷേ ഇപ്പോൾ പ്രശ്നം വെച്ചാൽ രണ്ടുപേരും ഒരു ദിവസമല്ലേ മരിച്ചു ഒരേ സമയം. അപ്പോൾ ഇവർക്ക് ഡൗട്ടാവാണ്, ഈ രണ്ട് സാക്ഷികളും ഒരേ സമയം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തോ വേർഡായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുവാണ്. ഇതേ സമയം നമ്മുടെ സാങ്ങിനെ കാണിക്കുക. സാങ് ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, നമ്മുടെ ഹീറോയിനെ നോട്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിൽ തന്നെയാണ് സാങ് ഇരിക്കുന്നത് കേട്ടോ. സാങ് കാറിലവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തും ആക്ച്വലി സാങ് ഇപ്പോഴല്ലേ പുതിയതായിട്ട് നമ്മുടെ ഹീറോയിൻ ഈ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയത്. അതിന് മുമ്പ് ഇതിന് ഓപ്പോസിറ്റ് ഒരു വെറ്റിനറി ഹോസ്പിറ്റലില്ല, അവിടുത്തെ ഡോക്ടർ വന്നിട്ട് സാങ്ങിനെ എങ്ങനെയെങ്കിലും ഇവരുടെ സൈഡിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇടാനായിട്ട് നിൽക്കുക. ആ സമയത്താണ് കറക്റ്റ് റയങ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് കേട്ടോ. അപ്പോൾ സാങ് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, നോക്കി എനിക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡി സംസാരിക്കുമ്പോൾ ലേഡി പറയും, ഇല്ല നമുക്കൊന്ന് കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്.
ഇനിയാണെങ്കിൽ റയോങ് ആണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ട് ഇറങ്ങിയോണ്ട് തന്നെ ഇവളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ മറ്റേ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട്, ആൾ വന്ന് ഇവിടെ ഏതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നേരായ വഴിക്ക് പോയാൽ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഇവളൊരു എടി വഴി പോകാനായിട്ട് തീരുമാനിച്ച് ആ വഴിക്ക് പോവാട്ടോ. അപ്പോൾ ഫ്രണ്ടിനെ വിളിച്ച് പറയുകയാണ് ഞാൻ പെട്ടെന്ന് എത്തും, അധികം ടൈമൊന്നും എത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവളെ ആരോ ഒരാൾ ബാക്കിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ലാസ്റ്റ് ഇവളെങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നെങ്കിൽ ലാസ്റ്റ് ഇയാൾ ഇവളെ പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് കറക്റ്റ് സാങ് വന്നിട്ട് അയാളെ ഇടിച്ചിട്ടിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് ഒരു വഴക്ക് അവിടെ നടക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയെല്ലാം നടക്കുക കേട്ടോ. ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിനിന് പേടിച്ച് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിൽക്കുന്ന വലിയ കട്ടിയുള്ളൊരു പോട്ട് വന്ന് ഇവളുടെ പുറത്ത് വീഴാനായിട്ട് വരും. ആ സമയത്ത് ഇവളുടെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ പോയി രക്ഷിച്ച് അവളുടെ ബാക്കിൽ ചെന്നിട്ട് ആ വീഴുന്നത് വന്നിട്ട് അവനാണ് വാങ്ങിക്കുന്നത്. അപ്പോഴേക്കും ആ കൊല്ലാൻ വന്ന ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ഈ സെയിം ആളാണ് ആ ബാർ ഓണറിനെ കൊല്ലാനായിട്ടും ഇതേ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ പോയല്ലോ. അത് കഴിയുന്ന സമയത്താണ് റയോങ്ങിന് ഇച്ചിരിയൊക്കെ ഒരു ബോധം വരുന്നത്, ഇപ്പോൾ പ്രശ്നമൊക്കെ ഇതായെന്ന്. അപ്പോൾ അവൾക്ക് ആകെ ടെൻഷനാവും, ദൈവം ഇവനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇച്ചിരി ചോര പോലും മുണിച്ചിട്ടില്ല. കാരണം എന്താ, ഇവർ മാലാഖിയാന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയാം, അവൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇവൾ ആകെ ഷോക്ക്, ഇവനൊന്നും പറ്റിയില്ലോ. സാധാരണ ഇവളുടെ അടുത്ത് ക്ലോസ് ആയി വരുന്ന ബോയ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ മരണം അടുത്ത് വരുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഉണ്ടാവാത്, ഇവനൊന്നും വരാത്തപ്പോൾ ആകെ മൊത്തത്തിൽ ഷോക്ക് ആവുകയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ല, ചോരയൊന്നും വന്നില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയാണ് ഒരു വട്ടം എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയി വന്ന ആളുണ്ടല്ലോ, ഒരു പുഡിങ് കഴിച്ചിട്ട് തൊണ്ടയെ കുടുങ്ങിയിട്ട് മരിക്കാൻ പോയെന്ന് പറഞ്ഞ സമയത്ത് ഇവനാകെ മൊത്തം ഷോക്കാവും. ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്ന രീതിക്കാണ് ഇവൻ നോക്കുന്നത്. ലാസ്റ്റ് വന്ന് ഇവളാകെ ഷോക്കായിട്ട് ഇവൻ്റെ മുഖത്ത് കയറി പിടിക്കുവാണ്. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.